ശ്രുതി ഹെവനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോയാ ചങ്കിൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് അത് ഫ്രൈ ആക്കി എടുക്കാനാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു 200 ഗ്രാം സോയ എടുത്തിട്ടുണ്ട്. ചെറിയ സോയയാണ്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടിയിട്ടുള്ള മസാലയാണിത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് സോയ ആദ്യം തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് 2-3 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തതാണിത്. അതിലേക്ക് നമുക്കിതൊക്കെ ഈ സാധനങ്ങളൊക്കെ ചേർക്കാം. ചേർത്ത് ഇളക്കി പാകമാക്കി വയ്ക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം അത് വറുത്തെടുക്കാൻ. നല്ല ഇത് വറുത്ത് കോരി നല്ല രസമായിരിക്കും. ചങ്കിന് ചോയ ഉണ്ടെന്നൊക്കെ പറയും. അതിന് 2-3 പ്രാവശ്യം കഴുകി ഇട്ട് വേണം പിഴിഞ്ഞ് എടുക്കാൻ. അപ്പോൾ ഈ മസാലയൊക്കെ ചേർത്താൽ പിന്നെ അതിൻ്റെ ഇതൊക്കെ പോവും. അപ്പോൾ അതൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റിന് ഇരിക്കട്ടെ. ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നമുക്കിനി അത് ഫ്രൈ ആക്കാൻ നോക്കാം. ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സോയ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിപ്പോൾ മോളുടെ കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് ഉണ്ടാക്കുന്നത്. അവൾക്ക് സോയ അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. അത് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അത് ഫ്രൈ ആയി വരട്ടെ. സോയ ഇവിടെ ആയിട്ടുണ്ട്. നന്നായി വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുറച്ച് വെളിച്ചെണ്ണയുടെ ചിലവുണ്ട്, അത്ര തന്നെ ഉള്ളൂ. നന്നായി മൊരിഞ്ഞ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സോയ ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.